മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മാമ്പഴം ചേർത്തിട്ടുള്ള ഒരു ഡെസേർട്ട് തയ്യാറാക്കാം. മാംഗോ റവ കേസരിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചൂടായ ഒരു പാനിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റവ നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, ഇത് പാകമായിട്ട് കിട്ടും. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും മാമ്പഴമൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ റവ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ കുറച്ച് റൈസിൻസും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സും റൈസിൻസും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്ത ആ ഗീയും കൂടെ ഈ പാനിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മാമ്പഴം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. മാമ്പഴം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ മാമ്പഴം നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നത് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച് പോകും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. റവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ റവ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മാമ്പഴം ഇട്ട് കൊടുക്കാം. മാംഗോ പ്യൂരി ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം ഇതിലേക്ക് പഞ്ചസാര ചേർക്കാനായിട്ട്. പഞ്ചസാര ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് മാറിയിട്ടുണ്ടാവും. അത് കുറച്ചും കൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീയും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മാംഗോ ഡെസേർട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലൊക്കെ വെച്ച് നമുക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും കിസ്മിസും പിന്നെ ഞാൻ അതിൻ്റെ കൂടെ അല്പം സാഫ്രണും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഡെസേർട്ട് റവ മാംഗോ കേസരി തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.